എല്ലാവർക്കും നമസ്കാരം. ഇതെന്താണെന്ന് കണ്ടിട്ട് മനസ്സിലായോ? ഇതാണ് നമ്മുടെ സ്വീറ്റ് കോൺ. എല്ലാവർക്കും ഇത് സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ കപ്പില് ഇങ്ങനെ പീസ് പീസായിട്ട് അത് ബട്ടർ കോണും മസാല കോണും ഒക്കെ ആയിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്നറിയാം. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു കറി ഉണ്ടാക്കിയല്ലോ ചപ്പാത്തിക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പൊ സ്വീറ്റ് കോൺ, അതായത് ചോളം, പ്രോട്ടീൻ റിച്ചും ഫൈബർ റിച്ചുമാണ്. അതുകൊണ്ട് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ സ്വീറ്റ് കോൺ ഞാൻ കുക്കറിൽ 3 വിസിൽ വരും വരെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഈ ചോളം കത്തി വെച്ച് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സ്വീറ്റ് കോൺ കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് സ്വീറ്റ് കോൺ, 1 കപ്പ് സ്വീറ്റ് കോണിൻ്റെ അളവാണ് പറയണത്. 2 മീഡിയം സൈസ് സവാള ചെറുതായി മുറിച്ചത്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 പച്ചമുളക്, 2 തക്കാളി അരച്ചെടുത്തത്. ഇനി മസാലകൾ നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കസൂരി മേത്തി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് മസാലയിൽ വേണ്ടത്. ഇനി പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 2 കറാമ്പൂ, 2 കഷ്ണം പട്ട, 2 ഏലക്ക, 1 ബേ ലീഫ് ഇത്ര ഇട്ട് അതൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കുക. മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് സവാള മുറിച്ച് വെച്ചത് ഇട്ടിട്ട് നന്നായി ഇളക്കുക. സവാള ഒന്ന് നന്നായിട്ട് തന്നെ മൂക്കണം കേട്ടോ. സവാള ഇതുപോലെ നന്നായിട്ട് ഒന്ന് മൂത്തിട്ട് നിറം മാറി തുടക്കണം കേട്ടോ. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്കിടാം. എന്നിട്ട് നന്നായി ഇളക്കുക. അതിൻ്റെയും പച്ചമണം നല്ലവണ്ണം പോകുന്നവരെ ഇളക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ കൂടെ 1 പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്കിടുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്ക് നമ്മുടെ മസാലകളാണ് കേട്ടോ ഇടാനുള്ളത്. കരിയാതെ തിരി താഴ്ത്തി വയ്ക്കുക. എന്നിട്ട് മസാലകൾ ഓരോന്ന് നമുക്ക് ഇടാൻ തുടങ്ങാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇടാം. അത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇടാം. അത് കഴിഞ്ഞാൽ മുളക് പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി. ഇത്രയും പൊടികൾ ഇട്ടിട്ട് കരിയാതെ ഇളക്കുക. മസാലകളൊക്കെ നന്നായി മൂത്താൽ തക്കാളി അരച്ചത് ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേ ആ തക്കാളിയുടെ ആ പച്ച കുത്തൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. 5 മിനിറ്റ് അടച്ച് വെച്ച ശേഷം അടപ്പ് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുമ്പോഴേക്കും തക്കാളിയും മസാലകളും ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി തിളപ്പിക്കണം. നന്നായി തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടി, ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ച് തിളപ്പിക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സാവും. ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആൾ ബാക്കി ഇരിക്കുന്നുണ്ട്, സ്വീറ്റ് കോൺ. ആളെടുത്തിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാൻ കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് മസാല പിടിക്കാൻ കുറച്ച് സമയം പിടിക്കുവേ. ഇനി നമ്മൾ കസൂരി മേത്തിൻ്റെ എടുത്ത് വെച്ചത്, ആ കസൂരി മേത്തി ഒന്ന് പൊടിച്ചിട്ട് നന്നായിട്ട് വിതറി കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായി തിളയ്ക്കാൻ കൊടുക്കുക. കുറച്ച് സമയം അത് തിളയ്ക്കണം കേട്ടോ. ഈ സ്വീറ്റ് കോണിലേക്ക് പെട്ടെന്ന് മസാല പിടിക്കില്ല. അപ്പോൾ അതിനൊന്ന് തിളയ്ക്കാൻ കുറച്ച് സമയം കൊടുക്കുക. ഇതുപോലെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് തിരി താഴ്ത്തി വെച്ചിട്ട് തിളപ്പിക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ സ്വീറ്റ് കോണിന് വേറൊരു കാര്യമുണ്ട്. അത് ഒരു 2 മണിക്കൂർ മുന്നെയൊക്കെ ഈ കറി ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാവും കേട്ടോ ടേസ്റ്റ്. അല്ലാച്ചാൽ ഇതിലേക്ക് അത്ര മസാല പിടിക്കില്ല. ഇനി ലാസ്റ്റ് പ്രോസസ്സ്, നമ്മൾ ഗരം മസാല ഇതിൻ്റെ മുകളിൽ കൂടെ
ഈ ഗരം മസാല ബാക്കിയുള്ളത് തൂവി കൊടുക്കുക. നന്നായിട്ട് തൂവി ഒന്ന് ഇളക്കി റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ കോണിൻ്റെ കറി റെഡിയായിട്ടോ. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാം, വളരെ ടേസ്റ്റിയാണ്. മസാല പിടിക്കാൻ കുറച്ച് സമയമാവുന്നുള്ളതുകൊണ്ട് മാത്രം കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അവസാനത്തെ സ്റ്റെപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറും കിട്ടും, കാണാനും ഒരു ഭംഗിയില്ലേ. അപ്പോൾ അതാട്ടോ കോൺ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മുടെ സ്വീറ്റ് കോൺ കറി റെഡിയായി. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ. ഇപ്പോൾ സ്വീറ്റ് കോൺ ധാരാളം കിട്ടുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൂ. ഇതുപോലുള്ള വെറൈറ്റി ഡിഷുകൾ കാണാൻ ചില്ലി ഫ്ലേക്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വെറൈറ്റി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.